മൺകലത്തിൽ അരി അടുപ്പത്തിടണം. വെള്ളം തികന്നു കേട്ടോ. കാരണം മൺകലത്തിൽ അരി വെക്കണം, അതിന് അതിൻ്റെതായ രുചിയുണ്ടെന്ന്. പല പല പരിമിതികളുണ്ട്. അയ്യോ, ഈ ചൂടത്ത് കഞ്ഞോളം കുടിച്ച് എങ്ങനെ ഇരിക്കും? ഐസ് വെള്ളം തന്നെ കുടിച്ചിട്ട് പറ്റണില്ല അല്ലേ? വേഗം പോകും. വെയിറ്റും ഉണ്ട്, അതാ ഇത്രയും ദൂരം പൊന്നെ പോരാ. എൻ്റെ പുറകെ അടുപ്പിൽ കത്തിക്കുന്ന മൺകലത്തിലാ. പരമ്പരാഗത രീതിയിൽ മൺകലത്തിൽ അരി അടുപ്പത്തിടണം. വെള്ളം തികന്നു കേട്ടോ. പണ്ടത്തെ കാലത്ത്, വളരെ പണ്ടത്തെ കാലത്ത് എല്ലാം മൺകലത്തിലല്ലേ എല്ലാ പാചകവും നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാളുകൾ ഞങ്ങളുടെയൊക്കെ കാലമായപ്പോഴത്തേക്ക് അലൂമിനിയം ഒക്കെ ഇറങ്ങി. അപ്പം പിന്നെ എല്ലാവരും അലൂമിനിയത്തിലേക്ക് മാറി. ഇപ്പം അലൂമിനിയം പാടില്ല എന്നും പറഞ്ഞ് എല്ലാവരും സ്റ്റീലിലേക്ക് മാറി. എന്നാലും അടുപ്പും പരിപാടിയുള്ള വീടുകളിലൊക്കെ മൺകലത്തിൽ ഇപ്പോഴും അരി വെക്കണം വീടുകളുണ്ട് കേട്ടോ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പലരുടെ വീടുകളിലും ഉണ്ട്. പണ്ട് നമ്മൾ മൺകലത്തിൽ പുറത്തിട്ട ഓർക്കണില്ലേ, നോമ്പ് കാലത്ത് ചെറിക്കാക്കഞ്ഞോ ഉണക്കലരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. അവരിപ്പോഴും ആ പാലക്കാട്ടുള്ള ചേച്ചിയൊക്കെ എഴുതിയായിരുന്നു, അവർ സ്റ്റിൽ ഇപ്പോഴും ഇത് തന്നെ ഉപയോഗിക്കണേന്ന്. മൺകലത്തിൽ എപ്പോഴും മൺചട്ടി അല്ലെങ്കിൽ ഇല്ലേ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ തനതായ രുചിയുണ്ട്. ഞാൻ കൂടുതലും ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മുടെ അമ്മമ്മ എപ്പോഴും പറയുമായിരുന്നില്ലോ, മൺകലത്തിൽ അരി വെക്കണം, അതിന് അതിൻ്റെതായ രുചിയുണ്ടെന്ന്. പിന്നെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് പിന്നെ അന്നൊക്കെ ഇഷ്ടം പോലെ വീടുകളിൽ സഹായിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇന്നിപ്പോൾ അവനോ തന്നെ സ്വയം സഹായിക്കാൻ മറ്റവർക്കുടെ സൗകര്യം അനുസരിച്ച് അവർക്കും പല പല പരിമിതികളുണ്ട്. അപ്പം അത് കാരണം എല്ലാവരും പുതിയ പുതിയ സംഗതികളിലേക്ക് മാറി. അപ്പം അങ്ങനെ മാറിയപ്പോഴാണ് ഇപ്പോൾ ഒരു അടി വന്നത്, ഗ്യാസിന് വില കൂടി. ഇപ്പൊ അതിന് ഒരുപാട് അടുപ്പുകൾ വിപണിയിൽ എത്തിയിട്ടുണ്ടല്ലോ. എന്താ റോക്കറ്റ് അടുപ്പോ, എന്തൊക്കെയോ അടുപ്പുകൾ ഇല്ലേ, പിന്നെ വേറെ ഏതൊക്കെയോ അടുപ്പുകൾ. അപ്പൊ ഒരുപാട് അപ്പാ പറഞ്ഞതേ പല പല അടുപ്പുകൾ വന്നേക്കണമെന്ന്. അല്ല, ഞാനിപ്പോ പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് ഇതില് കഞ്ഞിയല്ല ചോറായിട്ട് തന്നെ വാർത്തെടുക്കാം. ഞാൻ ആദ്യം കരുതി ഇങ്ങനെ നമുക്ക് ഇതിൽ മൺകലത്തിലൊന്ന് വേവിക്കാം, അല്ലെങ്കിൽ മൺചട്ടി എന്ന് പറയാം. മൺകലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല ആ ലാംഗ്വേജ്. അപ്പം എന്നിട്ട് ഞാൻ ഓർത്തു ഇതിന് വാവട്ടം കുറവായതുകൊണ്ട് കഞ്ഞി വാർക്കണം, ചോറ് വാർക്കണേ, അതിനകത്തേക്ക് വാർക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ ഒരു കലം വെച്ചേച്ച് ഇങ്ങനെ വാവട്ടം കുറവുള്ളതിലേക്ക് വാർക്കാമെന്ന് ഓർത്തിരുന്നോ. അപ്പം ഇതൊക്കെ കഴുകി പിറക്കി തട്ടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വാർക്കണ അലൂമിനിയം പാത്രത്തിൽ തന്നെ വാർക്കാൻ കറക്റ്റാണ്. അപ്പം നമുക്കതിൽ വാർക്കണം നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി അവിടെ കിടന്ന് വേവട്ടെ അവൻ. തികന്നു തന്നെ കണ്ടോ? പണ്ടത്തെ ഓർമ്മകളിലേക്ക് തിരികെ പോയി. നല്ല രസം കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ അരി അടുപ്പത്തിട്ടുകൊണ്ടിരുന്ന കലത്തിൽ തന്നെയായിരുന്നു. മൺകല അല്ല, അലൂമിനിയം കലത്തിലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് കുക്കറിലേക്ക് പതുക്കെ മാറിയത്. ഇപ്പൊ വീണ്ടും പഴമയിലേക്ക് വന്നു അല്ലേ? പഴമയിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം. ഇനി ഓരോന്നോരോന്നായിട്ട് പഴമയിലേക്ക് വരും. ശരിയത്, അതെ, അവസരം തന്നതാ. കറക്റ്റാ. തിളച്ചു കൂട്ടോ, പറയാം ആയിട്ട് വെന്തു. ഇനി നമ്മൾ വാർക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ അല്ലാട്ടോ വാർക്കണം, വർക്ക് ഏരിയയിലാണ്. വാങ്ങിക്കൊണ്ട് പോവാട്ടോ. ഈ മൺകലായതുകൊണ്ട് പിടിക്കാനൊക്കെ ഇച്ചിരി പേടിയാ. വേഗം പൊക്കോ, അല്ല ഇത് പിടിക്കണ്ട, ഞാൻ അങ്ങോട്ട് വാങ്ങിക്കൊണ്ട് വരാം. പെട്ടെന്ന് വരും ഇടുകി. ഞാൻ എന്നാന്ന് വെച്ചാൽ എനിക്ക് പേടി, ഇതിൽ ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടേ. അലൂമിനിയം ആകുമ്പോൾ പൊട്ടൂലല്ലോ, ഇത് പ്രശ്നം. വേഗം പോകൂ. വെയിറ്റും ഉണ്ട്, അതാ ഇത്രയും ദൂരം പൊന്നെ പോരാ. എൻ്റെ പുറകെ പോരാ കേട്ടോ. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ഇനി സാരില്ല, അവിടെ കൊണ്ട് വെച്ചു. ഇനി സമാധാനമായി. ഇച്ചിരി കഞ്ഞോളേ കുടിക്കാനിങ്ങനെ പകർത്തട്ടെ കേട്ടോ. ആരും കുടിക്കാനൊന്നും എടുക്കാറില്ല, എന്നാലും അയ്യോ സമാധാനക്കോലായി. അമ്മ കഞ്ഞോളം കുടിക്കാറില്ല. ഞാൻ ചിലപ്പോൾ കുഞ്ഞോളം ഇവിടെ ഉള്ളപ്പോഴേ എപ്പോഴും കഞ്ഞോളം ഇങ്ങനെ എടുത്തു വെക്കണത്. എന്ന് വെച്ചാൽ ഞാൻ കുടിക്കാറൊന്നുമില്ല. വേണമെങ്കിൽ വേണ്ടി വന്നാൽ അന്നേരം എടുക്കാലോ. ഇത് വലിയ പാടാ മോനെ ഇതിന്റെ വാക്ക്. മൺകലായതുകൊണ്ട് അയ്യോ ഭയങ്കര പേടിയാ. അത് മതി, കുടിക്കലൊന്നും ഉണ്ടാവൂല. ആ ശീലം അങ്ങ് എടുത്തു വെച്ചെന്നേ ഉള്ളൂ. അല്ല, കുടിക്കാറില്ല. ഈ ചൂടത്ത് കഞ്ഞോളം കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഐസ് വെള്ളം തന്നെ കുടിച്ചിട്ട് പറ്റണില്ല അല്ലേ? നമുക്ക് വാർക്കാട്ടോ. അതെ, സൂക്ഷിച്ച് പിടിക്കണത്. ഉല്ലോ അടന്നും പോയാൽ പിന്നെ കല ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഉപയോഗം നടക്കില്ല. പിന്നെ ഈ വക്കയിൽ കരി പറ്റിയതാട്ടോ, ഇപ്പൊ പറ്റിയതാ കഞ്ഞോളം ഊറ്റണതിലേക്ക്. ഈ അത് തീ കത്തിച്ചായതുകൊണ്ട് അറിയാലോ എല്ലാവർക്കും അത് കരി പറ്റൂന്നുള്ളത്. കലം മുഴുവൻ കരിയായത്. ആ കലം നമ്മൾ തേച്ച് കഴുകി വെച്ചിരുന്നില്ല, അലൂമിനിയം കലം. ഇനി വാർക്കുവാണേ, മുട്ടിടുക. എനിക്ക് ഭയങ്കര പേടിയാ മൺകല ഇങ്ങനെ പിടിക്കാൻ തന്നെ.
നമ്മൾ ഇതിൽ വെച്ചേക്കണത് ഇത് ഞങ്ങൾ മേടിച്ചതാ കഴിഞ്ഞ കൊല്ലം കഞ്ഞി വെക്കാൻ ഓർക്കണ്ടോ? ചെരക്കാക്കഞ്ഞി വെച്ച് ഉണക്കലരിക്കഞ്ഞി വെച്ചത് ഇതിൽ തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമായിരുന്നു. ഇനി സാരയില്ല, ഇന്ന് പുറത്തുമ്പോ പിടിക്കാം. ഞാൻ ഇവിടെ ഇരുന്ന് ആയിക്കോളും. ഇത് കണ്ട് ഇത് മുഴുവൻ കരിയാ, നോക്കിക്കേ. ഇനി ചോറ് വിളമ്പോ കാണിക്കാം കേട്ടോ. അപ്പ എത്തി വീട്ടിൽ പോയതല്ലേ. ഞാൻ ഇന്നൊരു പ്രത്യേകതയുണ്ട്. ചോറ അലൂമിനിയം കലല്ല, മൺകലത്തിന്റെ ഒരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഉണ്ട്. ചോറ് കാണിച്ചേ, ചോറ് കാണിക്കാം. അതെ, നല്ല മൺകലത്തിൽ വെച്ച ചോറിന്റെ മണമുണ്ട്. ഉണ്ട്, മണമുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കൊച്ചമ്മ എപ്പോഴും പറയുമായിരുന്നു, അമ്മാമ്മ ഓർക്കണില്ലേ മൺകലത്തിൽ വെക്കണേ അവിടെ. മതിയോ? മതി. എൻ്റെ ഞാൻ എടുത്തോണ്ട് വരാട്ടോ, നിങ്ങളെ കാണിക്കാൻ. അന്നേരം ഉണ്ണുമ്പോ കാണിക്കാൻ വേണമെങ്കിൽ. അപ്പൊ പഴമായിരിക്കും കൊണ്ടുവന്നാക്കണം. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൺകലത്തിൽ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കമൻസിലൂടെയാണ് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ചൂടാണല്ലേ. ഈ ചൂടത്ത് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുന്നവർക്ക് സത്യത്തിൽ അവാർഡ് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും ചൂടല്ലേ. വെറുതെ നമ്മൾ ഒരു 2 മിനിറ്റ് ഫാൻ ഇല്ലാതെ നിന്നാൽ തന്നെ നമ്മൾ വേർത്ത് കുളിച്ചങ്ങ് ഒഴുകും. അപ്പം പിന്നെ കിച്ചണിലെ വർക്കും കൂടി ആകുമ്പോഴേക്കും നമുക്ക് പറയണ്ട. ധാരാളം വെള്ളം കുടിക്കുക, ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും പെട്ടെന്ന് തന്നെ ഈ കാലാവസ്ഥയൊക്കെ മാറട്ടെ, വേഗം മഴ പെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ.